ഈ പറയുന്ന പോൺ വീഡിയോസിനൊന്നും ആവശ്യമില്ല കുഞ്ഞെ. ഒരു കാറ്റേറ്റ് മാറിപ്പോകുന്ന ഒരു സാരിയുടെ അല്പം അകത്ത് കാണുന്ന ഒരു ചെറിയ അടിവയറിന്റെ ചെറിയ വെളുപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ സഹപ്രവർത്തകയ്ക്ക് നേരെ നോക്കി ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക. എന്തിനേറെ ബസ്സിനുള്ളിരുന്ന് അല്ലെങ്കിൽ ഓടുന്ന ട്രെയിനിനുള്ളിരുന്ന് തന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെൺകുട്ടിയെ നോക്കി സ്വയംഭോഗം വരെ ചെയ്യുകയും ചെയ്തവൻ ഉള്ളതും ഈ കേരളത്തിൽ തന്നെയാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ മാത്രം പറയരുത്. മുതിർന്ന ആൾക്കാരെ പറ്റി നമുക്ക് ഇനി പോയി ഇവരുടെ മാനസിക രോഗം ചികിത്സിക്കാനൊന്നും പറ്റത്തില്ല. ഇതൊക്കെ മാനസിക വൈകല്യം തന്നെയാണ്. ഈ പറയുന്ന കുഞ്ഞുങ്ങൾ വലുതായിട്ടില്ലേ, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ആ കുറച്ച് നിമിഷങ്ങളെയാണ് ഈ പറയുന്ന സൈറ്റുകളിൽ പോയിട്ട് കണ്ടിട്ട് അതിനുള്ളിൽ കാണുന്ന ഫാന്റസികൾ, പണം വാങ്ങി ചെയ്യുന്ന കുറെ ഐറ്റംസ് കണ്ടിട്ട് അതുപോലൊക്കെ ചെയ്യണമെന്ന് നിർബന്ധിച്ചു കഴിഞ്ഞാൽ അതൊന്നും കിടക്കയിൽ ഒരു പെണ്ണും ചെയ്ത് കൊടുക്കത്തില്ല എന്നുള്ളത് മാത്രമല്ല, ഒന്നാമത്തെ കാര്യം ഈ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ഇന്റിമസി ഗ്യാപ്പിൽ ഒരു സെക്സ് രൂപപ്പെട്ടത് ഇത് തന്നെയാണ് ചെറുപ്പകാലം തൊട്ട് ഓരോ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നില നമ്പ്യാരുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അത് എടുക്കുവാനായിട്ട് ആൾക്കാർ തിക്കുമുട്ടുകൊണ്ട് കയറുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു കാര്യം മനസ്സിലാക്കണം. അതിന് പറഞ്ഞ പോലെ അതിനകത്തൊന്നും ഇല്ലായികയൊന്നുമില്ല, അതിനകത്ത് എല്ലാം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ആ ലിസ്റ്റ് മുതലെടുക്കുന്നത് 8, 7, 9 വയസ്സുള്ള ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരെയും അവരെ കൂടെയാണ് ഇതിനകത്ത് വന്നു പോകുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയൊക്കെ ഇങ്ങനെ ഈ സെക്ഷൽ കോണ്ടന്റുകളെ പറ്റിയുള്ള എനിക്ക് ചേട്ടനോട് സെക്സ് ചെയ്യണമെന്ന രീതിയിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 16, 17 വയസ്സിൽ കൂടുതലൊന്നും ഇല്ല. അവളുടെ കുറച്ച് ഫോട്ടോസ്, ആ ഒറിജിനൽ ഫോട്ടോയും ഉണ്ട്, ആ കുട്ടിയുടെ ഒറിജിനൽ ഫോട്ടോ ഉണ്ട്, നല്ലൊരു ഡാൻസറാണ് ആ കുട്ടി. പക്ഷെ ആ കുട്ടി ഇടുന്ന പോസ്റ്റുകളൊക്കെ അവൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ കിട്ടിയാൽ എന്ത് ചെയ്യും? അവൾ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് എന്നെ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യും? എൻ്റെ ഏത് ശരീരഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ശരീരഭാഗം എന്താണ്? ഞാൻ നിങ്ങളെ ആദ്യം കാണുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് എന്ത് ചോദിക്കും? ഇതിന്റെ കമന്റ് ബോക്സിൽ വളരെ അറപ്പുളവാക്കുന്ന രീതിയിലാണ് തിരിച്ച് റിപ്ലൈകൾ വന്നിട്ടുള്ള, കമന്റ് വന്നിട്ടുള്ള. അതിന് അവൾ കൊടുക്കുന്ന റിപ്ലൈ ഞാൻ ഈ ഒരു സംവിധാനം തന്നെ കുട്ടികളിലേക്ക് എത്തിപ്പെട്ടതും അത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നതും അത് ഇങ്ങനെയുള്ള കൗൺസിലിംഗ് ഒക്കെ പ്രോപ്പറായി അവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ്. പ്രശാന്ത് ഏട്ടാ, പോൺ സൈറ്റുകളെ പറ്റിയും പോൺ വീഡിയോസിനെ പറ്റിയും ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാന വിഷയമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികൾ പോൺ വീഡിയോസിന് അഡിക്റ്റായി മാറുന്ന ഒരു രീതി. അപ്പോൾ പോൺ സൈറ്റുകളിലേക്ക് കയറുന്ന സമയത്ത് ഏജ് ലിമിറ്റ് ഉണ്ട്. 18 വയസ്സിന് താഴേക്കുള്ള ഒരു കുട്ടികൾക്കും പോൺ സൈറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ കയറുന്നത് അവരുടെ ID വെച്ചിട്ടല്ല, മാതാപിതാക്കളുടെ ആ ഒരു ID വെച്ചിട്ടാണ് ഇവർ ഈ സൈറ്റുകളിലേക്ക് കയറുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞാൽ തന്നെ പോൺ സൈറ്റുകൾ കയറണ്ട. ഇൻസ്റ്റഗ്രാമിലെടുത്ത് തന്നെ പോൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇത് കാണുന്ന ഇവരുടെ വ്യൂവേഴ്സ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ചെറിയ കുട്ടികൾ മുതലാണ്. ഇതൊരു അവരെ കൂടുതലായിട്ടും പോൺ വീഡിയോസിന് അഡിക്റ്റ് ആക്കാൻ ഒരു കാരണമാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റഗ്രാം ഇപ്പം ഇച്ചിരി പ്രശ്നക്കാരനാണ്. പൊതുവെ സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാംസ് തുടങ്ങിയതോടു കൂടി തന്നെ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട റീച്ച് കുറവുണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ ഇപ്പം സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് അതിനുള്ളിലേക്ക് വന്ന് പോൺ സൈറ്റുകളെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ക്രിയേഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു മലയാളത്തിലെ അത്യാവശ്യം അറിയപ്പെടുന്ന നീലക്കുയിലിൻ്റെയൊക്കെ ഒരു സ്ഥിരം ഇരയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജിപ്സ ബീഗം എന്ന് പറയുന്നത്. അവർ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒരു പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പച്ചമംഗ എന്ന് പറയുന്ന പടത്തിൽ അഭിനയിച്ചിരുന്നു. ഇൻസ്റ്റാഗ്രാമിലെ ഒരു പ്രമുഖയാണ്. യൂട്യൂബിലും അത്യാവശ്യം റീച്ചുള്ള ജിപ്സ ബീഗത്തിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഈ കഴിഞ്ഞ ദിവസം ലീക്കായി പുറത്തു വന്നിരുന്നു. അത് ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, ആരൊക്കെ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മുടെ വിഷയം കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലെ വസ്തുത. അതിൽ തന്നെ മറ്റൊരു കാര്യം എന്ന് ചോദിച്ചാൽ, ആദ്യം പറഞ്ഞ ഒരു കാര്യത്തെ ഞാനൊന്ന് ഖണ്ഡിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികൾ മാതാപിതാക്കളുടെ സൈറ്റിൽ കൂടി മാതാപിതാക്കളുടെ ID-യിലൂടെ കയറണം, സൈറ്റിലേക്ക് പ്രവേശിക്കണം, കുട്ടികൾക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുന്നത് അതൊരു അബദ്ധധാരണ മാത്രമാണ്. ഈ ഒരു പോൺ സൈറ്റിലേക്ക് കയറുമ്പോൾ ഡയറക്റ്റ് പോൺ സൈറ്റുകൾ ഒന്നും തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതില്ല. നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത്, ഞാനിത് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഉടനെ പോയിട്ട് പോൺ സൈറ്റിലോട്ട് കയറണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ VPN ഉപയോഗിച്ചിട്ട് ഏത് പോൺ സൈറ്റുകളും നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും എന്നിരിക്കെ കുട്ടികൾ അവലംബിക്കുന്ന രീതിയും ഒരു പരിധി വരേക്കും VPN ഉപയോഗിച്ചിട്ടാണ്. പല VPN-കളും നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതല്ലാതെ ഇപ്പോൾ വരുന്ന പുതിയ ഫോണുകളിൽ VPN ഓട്ടോമാറ്റിക്കലി ഇൻബിൽഡ് ആയിട്ടാണ് ഈ ഫോണുകളൊക്കെ വരുന്നത്. ഈ ഫോണൊക്കെ എൻ്റെ ഈ ഫോണിനുള്ളിൽ VPN ഉണ്ട്. VPN ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് VPN ഉണ്ട്. VPN ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന സൈറ്റുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പാടെ അവർ ചോദിക്കുന്നത് അണ്ടർ 80 ആണോ എന്നാണ് ചോദിക്കുന്നത്.
അപ്പോൾ അതിൽ നമ്മൾ യെസ് എന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ വരുന്നത് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്. അവിടെ കൂടി ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സൈറ്റിലോട്ട് ഞാൻ ആരാണെന്നോ അല്ലെങ്കിൽ ഞാൻ എന്തിനു വന്നെന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അതിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന വീഡിയോസ് ആണെങ്കിൽ പോലും വാച്ച് ടൈം അനുസരിച്ച് ആ സൈറ്റുകൾക്ക് പേയ്മെന്റ് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യുന്നുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻസിന്റെ കാര്യം തന്നെ പറഞ്ഞില്ലേ, ഈ സബ്സ്ക്രിപ്ഷൻസിനകത്തിൽ തന്നെ ഇപ്പൊ നമ്മൾ പേയ്മെന്റ് കൊടുത്തായിരിക്കും ഇവരുടെ സബ്സ്ക്രിപ്ഷനും ഇവരുടെ മറ്റ് വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവരുടെ പബ്ലിക്കായിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോസ് ആയിരിക്കില്ല അതിൻ്റെ അകത്തിട്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തിൽ തന്നെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് പോകുന്ന സമയത്ത് ഇവരുടെ കുറച്ചുകൂടെ ഹോട്ട് ആൻഡ് സെക്സി ആയിട്ടുള്ള വീഡിയോസ് കാണാമെന്ന രീതിയിൽ കയറുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ പലരും ഇവരുടെ നോർമൽ ഫോട്ടോസ് തന്നെയാണ് ഈ സബ്സ്ക്രിപ്ഷൻസിനകത്തിലും ഇട്ടിട്ടുള്ളത്. പല സെലിബ്രിറ്റീസിന്റെ പറ്റിയിട്ടാണെങ്കിലും പലരും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷനകത്ത് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല, അവിടെ ഇവർ നോർമൽ ഫോട്ടോസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു ഇതാണ്, എന്തൊക്കെയോ എക്സ്ട്രാ അതിനകത്തിലുണ്ട്, അവിടെ പോയി പൈസ കൊടുത്ത് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു സുഖം കിട്ടും എന്നുള്ള രീതി. അതേപോലെ ഇത്തരം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ ഇവർ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന ഒരു സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഇത്തരം റീൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസ് നമ്മുടെ അടുത്തേക്ക് പലരും പറയുന്ന ഒരു ഫാക്ടറാണ് നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ വരില്ല എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ, സെറ്റിംഗ്സിൽ പോയി ഇത്തരം വീഡിയോസ് വരാതിരിക്കാനുള്ളത് നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ വരില്ല എന്ന്. പക്ഷെ എന്നാലും വരും. കാരണം നമ്മുടെ ഈ പറയുന്ന ഫോളോവേഴ്സ് ലിസ്റ്റിലൊക്കെ ഉള്ള ആൾക്കാരുടെ ഫീഡിലേക്ക് വരുന്നതനുസരിച്ച് നമ്മുടെ ഫീഡിലേക്കും ഈ ഒരു കാര്യം വരും. അപ്പോൾ ഈ വരുന്നതനുസരിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷൽ കണ്ടന്റ് ആയിരിക്കും ചെയ്യുന്നത്. സെക്ഷൽ റിലേറ്റഡ് കോണ്ടന്റ്സ് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നുമല്ല. പക്ഷേ നിങ്ങൾ പോയി ഇതിൻ്റെ ബാക്കി പോർഷൻസ് പോൺ വീഡിയോസിലുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പോൺ ആക്ടേഴ്സ് ആയിരിക്കാം, ഇവർ ചെയ്യുന്ന വീഡിയോയുടെ ഫുൾ വീഡിയോ ലിങ്ക് ആ സൈറ്റിൽ ഉണ്ടായിരിക്കും, അവർ അതിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. ഇത് കാണുന്ന ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ നമ്മളൊന്ന് ആലോചിക്കണം. പല സൈക്കോളജിസ്റ്റുകളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ കുട്ടികളുടെ സ്വഭാവ മാറ്റവുമായി സംബന്ധിച്ചായിരിക്കും പേരൻസ് ഇവരെ കൊണ്ട് കാണിക്കുന്ന സമയത്ത് ഈ ഒരു സ്വഭാവ വൈകൃതം ഉണ്ടാവാനുള്ള പ്രധാന അവസ്ഥ എന്ന് പറയുന്നത് കുട്ടികൾ ഇതിനൊരു പോൺ അഡിക്ട്സ് ആയി പോകുന്നതാണ്. ആതിര, ഈ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാനൊന്ന് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. കുട്ടികൾ പോൺ അഡിക്റ്റ് ആകുന്നു എന്ന് പറയുമ്പോൾ, കുട്ടികൾ പോൺ അഡിക്റ്റ് ആകുന്നു എന്നുള്ള ഒരു ഏജ് കഴിയുമ്പോൾ കുട്ടികൾ ഫാൻറ്റസിയുടെ ലോകത്താണ്. അവരുടെ ശരീരത്തിൽ വരുന്ന ഹോർമോണുകളുടെ മാറ്റവും അതുപോലെ തന്നെ അവരുടെ ദൈനംദിന ചുറ്റുപാടുകളും അവരുടെ കുടുംബത്തിൽ കണ്ടുവരുന്ന ചില സംഭവങ്ങളും ഒക്കെ തന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തെ ഭയങ്കരമായിട്ട്. ആ ഒരു ഏജ് എന്താ ഞാൻ കേട്ടിട്ടുള്ള ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു 15 വയസ്സിലേക്കുള്ള മുകളിലുള്ള കുട്ടികൾക്ക്. ഇത് 8 വയസ്സ് 7 വയസ്സ്. മോനെ ഞാൻ പറയട്ടെ പറഞ്ഞതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഈ 15 വയസ്സാണ് കേട്ടിട്ടുള്ളതെന്ന് പറയുന്നു. ഞാൻ ഒരാണാണ്, ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഞാൻ ഒരാളാണ്. ഞാൻ വ്യക്തപരമായിട്ട് പറഞ്ഞുതരാം, ഈ പറയുന്ന 15 വയസ്സ് വരെ എനിക്കൊന്നും പോകണ്ട. അത്യാവശ്യം അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങി അത്യാവശ്യം തലച്ചോറിനുള്ളിലേക്ക് വെളിച്ചം വരുന്നൊരു പ്രായം എന്ന് പറയുന്നത് ഒരു 9 വയസ്സ് മുതൽ 10-11 വയസ്സ് വരേക്കും വരും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പറയുന്ന ഇന്റർനെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ ഒരു സെക്ഷൽ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ കാലാപ്പാനി സിനിമയിലെ ചെമ്പൂവേ പോവുക എന്നുള്ള ഒരു പാട്ടൊക്കെയാണ്. ആ പാട്ട് വരുമ്പോൾ പോലും ഞങ്ങളുടെ വീട്ടുകാർ റിമോട്ട് എടുത്ത് മാറ്റും, അല്ലെങ്കിൽ പാട്ട് കണ്ടോണ്ടിരിക്കും ഞങ്ങളെ ഏൽപ്പിച്ച് ഓടിപ്പിക്കുമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു ഉമ്മ വെച്ച് കഴിഞ്ഞാൽ പ്രസവിക്കുമെന്ന് തോന്നിപ്പിക്കും. ആ ഒരു സമയമാണ് ഈ പറയുന്ന ഒരു പ്രണയ സോങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മിലുള്ള ഒരു ഇന്റിമസി. നമ്മുടെ ഒരു മലയാള സിനിമയും ഇന്റിമസിയോ ഈ പത്മരാജൻ സിനിമകളാണെങ്കിലും ഇത്തരം സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു പ്രണയം ഇന്റിമസി പോഷൻ വരുമ്പോഴത്തേക്കും ഒന്നെങ്കിലും ഒരു പൂവിലേക്കോ അല്ലെങ്കിൽ ഗ്രാമഫോൺ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് ക്യാമറ ചേഞ്ച് ചെയ്തിട്ടാണ്. നമുക്ക് അത്ര വിഷ്വലൈസ് ആയിട്ടൊരു സാധനം കാണിക്കുന്നില്ല. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ഇന്റിമസിക്കകത്തിൽ ഒരു സെക്സ് രൂപപ്പെടുന്നത് ഇത് തന്നെയാണ് ചെറുപ്പകാലം തൊട്ട് ഓരോ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ കാര്യം ചേർത്ത് മനസ്സിലാവും. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാല് പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് പോൺ വീഡിയോസും നമ്മൾ ഈ കാണുന്ന സെക്ഷൻ ഈ കോണ്ടന്റ്സും വേറെയാണ്. ഈ പോൺ വീഡിയോസിനകത്ത് എക്സ്ട്രീം ഫാന്റസികളാണ് കാണിക്കുന്നത്. ഇവരിത് അവരുടെ സഹപാഠികളോട് പോലും ചെയ്യാനുള്ള രീതിയിലേക്ക് മാറും. ഞാൻ പറയട്ടെ, ഈ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത്, അതായത് ഇപ്പം ഞാൻ 30-ന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പറയുന്ന ഫാന്റസികൾ ഉണ്ടാതിരാ. ചെറുപ്പകാലത്ത് ഈ ഫാന്റസികൾ അപ്പുറത്ത് നിൽക്കുന്ന സഹപാഠികളോട് ചെയ്യാൻ അന്നൊരു ഭയം ഉണ്ടായിരുന്നു. ആ ഭയം എന്തുകൊണ്ടാണെന്ന് അറിയോ? പോയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അന്നൊരു ഭയം ഉണ്ടായിരുന്നു, ഇന്ന് ഭയമില്ല. കാരണം ഇന്നത്തെ കുട്ടികൾ ഇത് പേരൻസ് അറിഞ്ഞ അങ്ങനെയൊന്നും അല്ല. ഇവർക്കത് ഇത് ഒരു നീഡാണ്, ഇങ്ങനെ ചെയ്താലേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ഈ ഒരു തോട്ട് മൈൻഡിലേക്ക് വന്നു.
ഇപ്പൊ എന്റെ കൂട്ടത്തിരിക്കുന്ന ഇതിനകത്ത് ഫോൺ അഡിക്റ്റ്, ഈ ഫോൺ അഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏജ് ഒരു 10 to 50 ആ ഒരു ഏജ് എന്ന് പറയുന്നത് എല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രായമാണ്. ഒരു 10 മുതൽ 15 വയസ്സ് വരെയും എല്ലാം അറിയണം. ആ എല്ലാ അറിവിലേക്കും കടന്നു വരുന്ന ഒന്നാണ് വാട്ട് ഈസ് സെക്സ് എന്നുള്ളത്. ഈ സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ജാതിക്കോളത്തിൽ കൊടുത്തിട്ടുള്ള മെയിൽ ഫീമെയിൽ ആ ഒരു സെക്സിനേക്കാൾ ഉപരി ഇൻറ്റിമസി, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ഇണച്ചേരലിൻ്റെ ആ ഒരു സംഭവം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു ത്വരയുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ബയോളജിയിൽ ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ വരുമ്പോൾ ആ ഒരു ചാപ്റ്റർ ടീച്ചർ വിട്ട് കളയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങളത് വായിച്ചാൽ മതി, ടീച്ചർ പറയില്ല, ടീച്ചർക്ക് അതൊരു നാണക്കേട് പോലെയായിരുന്നു അത് പറയാനായിട്ട് പോലും. ആ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ പഠിച്ചു വരുന്നത്, മനസ്സിലായില്ലേ? ഞാനൊക്കെ SLC പഠിക്കുന്നത് 2003 2003 ഞങ്ങളുടെ SLC ഏജ്. അപ്പോൾ ആ ഒരു കാലത്തിൽ നിന്ന് ഇന്നെന്ന് പറയുന്നത് കാലം വളർന്നു, ഇന്റർനെറ്റ് വന്നു, മൊബൈലായി, കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് മൊബൈൽ വന്നു, അതിനനുസരിച്ച് സൈറ്റുകൾ വന്നു. പിന്നെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ഈ പറയുന്ന പോൺ സൈറ്റുകളിൽ അല്ലെങ്കിൽ പോലും അതിനെ വിറ്റ് കാശാക്കുന്ന ഒരുപാട് പേജുകൾ മുഖപുസ്തകത്തിൽ വരെ ഉണ്ട്, ഫേസ്ബുക്കിൽ വരെ ഉണ്ട്. അറിയാലോ, നീലക്കുയിൽ പോലെയുള്ള കുറച്ച് സൈറ്റുകൾ, ഒരു നടി വന്നു കഴിഞ്ഞാൽ ആ നടിയുടെ ഏതൊക്കെ ശരീരഭാഗങ്ങൾ പുറത്തേക്ക് അല്പമെങ്കിലും പ്രദർശിപ്പിക്കുന്ന രീതിയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തള്ളി നിൽപ്പുണ്ടെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്തെടുത്ത് ഈ നടിയുടെ ആ വരവ് കണ്ടോ, ഈ വരവ് കണ്ടോ, അങ്ങനെ കണ്ടോ, ഇങ്ങനെ കണ്ടോ എന്ന് പറഞ്ഞ് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്ന നീലക്കുയിൽ പോലെയുള്ള ഒരുപാട് പേജുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സൈറ്റുകൾ, ഈ പറയുന്ന മലയാളത്തിൽ ഇപ്പൊ തന്നെ വെബ് സീരീസുകൾ എന്ന പേരിൽ വന്നിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. നമ്മുടെ നിള നമ്പ്യാരും ലക്ഷ്മി ദീപ്തയും അടങ്ങുന്ന, അവരുടെ പേര് പറഞ്ഞാൽ പേടിക്കണം, പക്ഷേ അവരൊക്കെ ലൈം ലൈറ്റ് നിൽക്കുന്നവരാണ്, അവരുടെ പേരൊന്നും ആർക്കും അറിയത്തില്ലാത്തൊന്നുമല്ല. ഇപ്പോൾ നിള നമ്പ്യാരും ലക്ഷ്മി ദീപ്തയും അടങ്ങുന്ന ഒരു ടീമുകൾ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുവാനായി അങ്ങ് ഹിന്ദിയിൽ നിന്ന് വരെ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ കാടിന്റെ മറവിലും അതുപോലെ തന്നെ ഫ്ലാറ്റിന്റെ മറവിലും പോലീസ് സ്റ്റേഷൻ മറവിലും എടുക്കുന്ന വീഡിയോകൾ. അതെ, ഞാൻ പറയട്ടെ, ബാക്കിയിലേക്ക് വരാം. അങ്ങനെയുള്ള വീഡിയോസ്. അതല്ലാതെ പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിക്കപ്പെടുന്ന പെൺകുട്ടികൾ കാമുകനെ വിശ്വസിച്ച് പോകുമ്പോൾ മറച്ചു വയ്ക്കപ്പെട്ട ക്യാമറയുടെ മുന്നിൽ അവരറിയാതെ അവരുടെ രഹസ്യ നിമിഷങ്ങൾ പുറത്തേക്ക് വന്ന് അതിലൂടെ ജീവകം നയിച്ചിട്ടുള്ള കുട്ടികൾ, ഇതൊക്കെ ഈ പറയുന്ന ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ വീഡിയോകൾ വരെ സൈറ്റുകളിൽ സുലഭമാണെന്നിരിക്കെ ജീവിതം നശിച്ചു പോയത് ഇതുകൊണ്ട് ജീവിതം പച്ച പിടിച്ചവരുമുണ്ട്. അതുപോലെ തന്നെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുക എന്നുള്ള രീതിയിൽ തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ വീഡിയോയിൽ പകർത്തി സമ്മതത്തോടു കൂടി വെക്കുന്ന എന്താ പറയുന്നത് ദമ്പതികളും ഉള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. പുറത്തും അങ്ങനത്തെ പോൺ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഫാമിലി ആയിട്ട്. അവിടെ അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ ഇതിനെ കുറിച്ച് അറിയുന്നതിന് മുൻപ് തന്നെ വളർന്നു വന്നിട്ടുള്ളതാണ്. ഈ പറയുന്ന ഇപ്പോൾ ബോളിവുഡിൽ നടിയായിട്ട് അറിയപ്പെടുന്ന സണ്ണി ലിയോണും അദ്ദേഹത്തിന്റെ ആ ഒരു സ്ത്രീയുടെ ഭർത്താവും കൂടിയാണ് അവരുടെ വീഡിയോസ് ചെയ്തിരുന്നത്. അവരുടെ വീഡിയോയിലെല്ലാം പ്രത്യക്ഷപ്പെടുന്ന അവരുടെ ഭർത്താവാണ്. അവരതുകൊണ്ട് സമ്പാദിച്ചിരുന്നു. പക്ഷേ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ ഒരു സമയത്ത് അവർ ആ ഒരു രീതിയിൽ നിന്ന് മാറി അവരുടെ വീഡിയോകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് അവരിപ്പോൾ ഒരു നല്ല ആക്ട്രസ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അവർ ഒരുപാട് എന്താ പറയുന്നത് കുഞ്ഞുങ്ങളെ ദത്തെടുക്കുകയും ഈ പറയുന്ന അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പഠനത്തിനായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇത് മറ്റൊരുത്തന്റെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്കാക്കുന്നത്. എൻ്റെ പൊന്നു മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ മലയാളികളിലെ ഒരു പറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജ് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു 50 മുകളിലേക്ക് മുതൽ ഒരു 30 മുകളിലേക്ക് വരേക്കുമുള്ള ഏജ് ലിമിറ്റിൽ വരുന്ന കുറച്ച് ആളുകൾക്ക് ഈ പറയുന്ന പോൺ വീഡിയോസിനൊന്നും ആവശ്യമില്ല കുഞ്ഞെ. ഒരു കാറ്റേറ്റ് മാറിപ്പോകുന്ന ഒരു സാരിയുടെ അല്പം അകത്ത് കാണുന്ന ഒരു ചെറിയ അണിവയറിന്റെ ചെറിയ വെളുപ്പ് കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ നേടുന്ന ഒരു തലമുറയും നമ്മുടെ കേരളത്തിൽ തന്നെയാണുള്ളത്. ഒരു സ്ത്രീ വണ്ടിക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ അവളുടെ ശരീരഭാവം എവിടെയെങ്കിലും കണ്ടാൽ അതിലേക്ക് എത്തി നോക്കി രോമാഞ്ചം കൊള്ളുകയും തന്റെ സഹപ്രവർത്തകയ്ക്ക് നേരെ നോക്കി ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും എന്തിനേറെ ബസ്സിനുള്ളിരുന്ന് അല്ലെങ്കിൽ ഓടുന്ന ട്രെയിനിനുള്ളിരുന്ന് തന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെൺകുട്ടിയെ നോക്കി സ്വയംഭോഗം വരെ ചെയ്യുകയും ചെയ്തവൻ ഉള്ളതും ഈ കേരളത്തിൽ തന്നെയാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ മാത്രം പറയരുത്, കുഞ്ഞുങ്ങൾ ഫാന്റസിയുടെ ലോകത്തിലേക്ക് കാണുന്നത് തെറ്റാണ്. മുതിർന്ന ആൾക്കാരെ പറ്റി നമുക്ക് ഇനി പോയി ഇവരുടെ മാനസിക രോഗം ചികിത്സിക്കാനൊന്നും പറ്റത്തില്ല. ഇതൊക്കെ മാനസിക വൈകല്യം തന്നെയാണ്. ഈ പറയുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും ഈ പറയുന്ന സൈറ്റുകളിലേക്ക് കുട്ടികൾ എത്തപ്പെടുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ച് കഴിഞ്ഞാലും ഫേസ്ബുക്ക്, ഇതുകൊണ്ട് കുട്ടികൾ ആരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ടെന്നല്ല, കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ യുഗമാണ്. നമുക്കതിന്റെ ആ ഒരു രീതിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പ്രോപ്പറായിട്ട് ഇനിയിപ്പോ കേൾക്കുന്ന പേരൻസ് ഒക്കെ ഇതങ്ങ് ഇത് ഐസൊലേറ്റ് ചെയ്തിരിക്കാം, ഇനിയിപ്പോ കുട്ടികൾക്ക് ഞാൻ സോഷ്യൽ മീഡിയ കൊടുക്കുന്നില്ല. ഇത് പെട്ടെന്ന് അവർക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാക്കാനും ഒരു അകൽച്ച, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളിൽ നിന്ന് അകൽച്ച ഉണ്ടാക്കാൻ ഒരു രീതി ഉണ്ടാവുള്ളൂ. പക്ഷെ കൃത്യമായി ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു കാര്യം കൂടി,
ഫാന്റസികളാണ്, അതല്ല റിയാലിറ്റി ഫേസ്. അതിപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ചെറുപ്പകാലം തൊട്ട് ഈ സാധനം കണ്ടുവരുമ്പോഴത്തേക്കും ഓക്കെ ഇതാണ് കാര്യം. അപ്പൊ ഇനി ഇവരുടെ റിയൽ ലൈഫ്, ഇവരുടെ ഈ മറ്റു റിലേഷൻഷിപ്പുകൾ ഉണ്ടാവാം, വളർന്നു വരുന്ന കുട്ടികളാണ്, പിന്നീട് ഇവർ ഫാമിലി ലൈഫിലേക്ക് കിടക്കാം. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കണ്ട് പഠിച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ കേട്ടിരുന്ന ആ ഒരു രീതി ഇതായിരുന്നില്ലല്ലോ, എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ എനിക്ക് ഇതിന്റെ കുറവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഇതിന്റെ കുറവുണ്ടായിരിക്കാം. എത്ര ഫാമിലീസിൽ ഇങ്ങനെ പ്രശ്നം. ഞാൻ അതാണ് പറയാനായിട്ട് വന്നത്. ഇപ്പം മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് സംഭവിച്ചുകൊണ്ടിരുന്നത് വിദേശ രാജ്യങ്ങളിലായിരുന്നു. ഇപ്പോൾ ഡിവോഴ്സുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇന്ത്യയിലും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലുമാണ്. കേരളത്തിൽ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് കേരളത്തിലാണ്. അതിന്റെ കാരണങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാരണമാണ്. സെക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു വികാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഇണയുമായി ചേർന്നിരിക്കുന്ന നിമിഷങ്ങളാണെന്നത് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് അങ്ങനെ ആകേണ്ടത് അതിന് അതായത് അനുവാദത്തോടു കൂടി തൻ്റെ ഓപ്പോസിറ്റ് പെയറിന് അതിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി, അതൊരു ഭർത്താവാണെങ്കിൽ പോലും തൻ്റെ ഭാര്യയ്ക്ക് ഇന്ന് അതിന് പറ്റിയൊരു മാനസികാവസ്ഥയിലാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് മനോഹരമാകും. അല്ലാതെ ഈ പറയുന്ന കുറെ ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നും അറിയാതെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇതിൽ എന്താണ് ഫസ്റ്റ് നൈറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് പോൺ സൈറ്റ് തപ്പുന്ന യുവത്വം ഉള്ള ഒരു നാടും കൂടെയാണ് നമ്മുടെ കേരളം. അതിൽ കാണുന്ന ഈ ഫാന്റസികൾ മുഴുവൻ ആദ്യരാത്രി കൊണ്ടുപോയിട്ട് ഭാര്യയുടെ ശരീരത്തിലോട്ട് ഇറക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൾ പിറ്റേ ദിവസം പെട്ടിയെടുത്ത് വീട്ടിൽ പോയാൽ അവളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഏറ്റവും മനോഹരമായി ഏറ്റവും സമയമെടുത്ത് ഏറ്റവും ഭംഗിയായിട്ട് ആസ്വദിക്കേണ്ട ഒരു വികാരത്തെ അല്ലെങ്കിൽ ഒരു നിമിഷത്തെ, ആ കുറച്ച് നിമിഷങ്ങളെയാണ് ഈ പറയുന്ന സൈറ്റുകളിൽ പോയിട്ട് കണ്ടിട്ട് അതിനുള്ളിൽ കാണുന്ന ഫാന്റസികൾ, പണം വാങ്ങി ചെയ്യുന്ന കുറെ ഐറ്റംസ് കണ്ടിട്ട് അതുപോലൊക്കെ ചെയ്യണമെന്ന് നിർബന്ധിച്ചു കഴിഞ്ഞാൽ അതൊന്നും കിടക്കയിൽ ഒരു പെണ്ണും ചെയ്ത് കൊടുക്കത്തില്ല എന്നുള്ളത് മാത്രമല്ല, ഒന്നാമത്തെ കാര്യം ഈ പെൺകുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് അവർ തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, തഴുകാൻ ആഗ്രഹിക്കുന്ന പുഷ്പങ്ങളാണ് ഓരോ പെൺകുട്ടികളും, അല്ലാതെ അതിനെ പിച്ചി പറിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതല്ല. ഇവിടെ ഇപ്പം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പിച്ചി പറിക്കാൻ ശ്രമിക്കുന്നു, അവർ ജീവനും കൊണ്ട് പോകുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികൾ പഴയതുപോലെ എന്തും ഒരാണ് ചെയ്തു കഴിഞ്ഞാൽ അത് സഹിച്ച് വീട്ടിൽ നിൽക്കുന്ന പെൺപിള്ളേരുടെയൊക്കെ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പൊ പ്രതികരിക്കുന്ന പെൺകുട്ടികളുടെ കാലമാണ്. കാരണം അവർക്ക് വിദ്യാഭ്യാസം അല്ല, ഇത് ശരിക്കും ജെൻഡറിന്റെ ഒരു പ്രോബ്ലം അല്ല, എല്ലാവർക്കും ഈ പറയുന്ന ഫാന്റസികളിൽ അകപ്പെട്ട ഒരു രീതി തന്നെയാണ്. അതിന്റെ അകത്ത് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള സാധാ മീഡിയകൾ, അതിനകത്തിൽ ഈ പറയുന്ന വീഡിയോസ് ഒന്നും അപ്ലോഡ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാം ഈ പറയുന്ന കോണ്ടന്റുകളാണ്, ഇവർ ചെയ്യുന്നതെല്ലാം ഈ കോണ്ടന്റുകളാണ്. അത് പ്രായഭേദമല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു പോകും, ഇവർക്ക് മക്കളൊക്കെ ഉണ്ട്, പക്ഷെ ഇവരുടെ മക്കളും ഈ കോണ്ടന്റ്സ് കാണാറുണ്ടോ, അല്ലെങ്കിൽ എന്തായിരിക്കാം ചിലപ്പോ വളരെ ക്യൂരിയസ് ആണ് ഇവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അമ്മ അച്ഛൻ ഞങ്ങൾ ഈ കോണ്ടന്റ് ആണ് ചെയ്യുന്നത്, അപ്പൊ ഈ കുട്ടികളും പഠിക്കാൻ പോകുന്ന കുട്ടികളായിരിക്കാം. ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയണം ആതിര. ഈ രഹന ഫാത്തിമ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അവർ സ്വയം അവകാശപ്പെടുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്നാണ്. അവർ ഈ കുറച്ച് നാൾക്ക് മുമ്പ് അവരുടെ സ്വന്തം കുഞ്ഞിനെ കൊണ്ട് നഗ്ന ശരീരത്തിൽ ചിത്രം വരപ്പിച്ചതിന് ഒരു കേസ് വന്നിരുന്നു. ആ ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. അത് ഏറ്റെടുത്ത് വൈറലാക്കിയത് ആരാണ്? നമ്മുടെ മലയാളികൾ തന്നെയാണ് കൂടുതലും അതിനെടുത്ത് വൈറലാക്കി വിട്ടത്. അതുപോലെ തന്നെ ഈ പറയുന്ന രശ്മി നായർ, അവരുടെ വീഡിയോസിൽ അവർക്ക് സബ്സ്ക്രിപ്ഷൻ ഒന്നും ഇല്ല. അവർ എന്താ പറയുന്നത്, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വീഡിയോകൾ അവർ പുറത്തേക്ക് ഒരുപാട് ഇറക്കി വിടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പുതിയ പുതിയ വാഹനങ്ങൾ എടുക്കുന്നതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട്. അതായത് മലയാളികൾ എന്ന് പറയുന്ന നമ്മളുടെ ലൈംഗിക തൃഷ്ണയെ നല്ല രീതിക്ക് ചൂഷണം ചെയ്യുന്നവർ കുറച്ച് പേരാണ് ഇവർ. അതുപോലെ തന്നെ നില നമ്പ്യാരുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അത് എടുക്കുവാനായിട്ട് ആൾക്കാർ തിക്കുമുട്ടുകൊണ്ട് കയറുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു കാര്യം മനസ്സിലാക്കണം. അതിനെ പറഞ്ഞ പോലെ അതിനകത്തൊന്നും ഇല്ലായികയൊന്നുമില്ല, അതിനകത്ത് എല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന കുറച്ച് ആളുകൾക്ക് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ കൂടുന്നതും അവർ നല്ല രീതിയിലേക്ക് റീച്ച് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്നതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞാലേ ഇത് പൂർത്തിയാകത്തുള്ളൂ. ഈ ഫേസ്ബുക്കിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടാണ് ഒരു പെൺകുട്ടി, അതിന് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 16-17 വയസ്സിൽ കൂടുതലൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു 18 വയസ്സ് കൂട്ടിക്കുള്ളൂ. അവളുടെ കുറച്ച് ഫോട്ടോസ്, ആ ഒറിജിനൽ ഫോട്ടോയും ഉണ്ട്, ആ കുട്ടിയുടെ ഒറിജിനൽ ഫോട്ടോ ഉണ്ട്, നല്ലൊരു ഡാൻസറാണ് ആ കുട്ടി. പക്ഷെ ആ കുട്ടി ഇടുന്ന പോസ്റ്റുകളൊക്കെ അവൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ കിട്ടിയാൽ എന്ത് ചെയ്യും? അവൾ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് എന്നെ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യും? എൻ്റെ ഏത് ശരീരഭാഗമാണ് നിങ്ങൾക്കിഷ്ടം? നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ശരീരഭാഗം എന്താണ്? ഞാൻ നിങ്ങളെ ആദ്യം കാണുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് എന്ത് ചോദിക്കും? ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വളരെ അറപ്പുളവാക്കുന്ന രീതിയിലാണ്
തിരിച്ച് റിപ്ലൈകൾ വന്നിട്ടുള്ളൂ, കമന്റ് വന്നിട്ടുള്ളൂ. അതിന് അവൾ കൊടുക്കുന്ന റിപ്ലൈ പറഞ്ഞാൽ ലവ് ഇമോജി അല്ലെങ്കിൽ ഹാർട്ട് ഇമോജി ഇട്ടിട്ട് അവളങ്ങ് പ്രോത്സാഹിപ്പിക്കുകയാണ്. പക്ഷെ അവൾ ചെയ്യുന്ന എന്താണ്, ഓരോ കമന്റ്സ് കൂടുന്നതനുസരിച്ച് ആ ഒരു പോസ്റ്റ് അത്രയും റീച്ചിലേക്ക് അല്ല, പക്ഷെ അവൾ ഇതിനകത്ത് ചെയ്യുന്ന എന്താണെന്ന് കുറച്ച് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ഇതെനിക്ക് ഫീഡിൽ കയറി വന്നു. ശരിക്കും കാണുന്ന ആൾക്കാരുടെ മാത്രം പ്രശ്നമൊന്നും അല്ല, ഞാനിത് ഫീഡിൽ കയറി വന്നപ്പോഴേക്ക് ഞാൻ ഈ പ്രൊഫൈലിനകത്ത് നിന്ന് ചെക്ക് ചെയ്തു. പ്രൊഫൈലിനകത്ത് ചെക്ക് ചെയ്തപ്പോൾ ഇവള് ചെയ്യുന്നത് എന്താണ്, ഇവള് ഇൻസ്റ്റാഗ്രാം പ്ലസ് ഫേസ്ബുക്ക് സബ്സ്ക്രിപ്ഷൻ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ വീഡിയോകളും ഫോട്ടോകളും കാണാനായിട്ട് എൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കൂ. 150 രൂപ മുതൽ 350 രൂപ, 500 രൂപ, 1000 രൂപ. അതിപ്പോൾ റേറ്റ് കൂടി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന അനുസരിച്ച് ഓരോ റൂമുകളാണ്. ഐ മീൻ പേജ് റൂമസ് ആയിട്ട് ഇവർ സംഭവം ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു 150 രൂപയുടെ സബ്സ്ക്രിപ്ഷനിൽ ഓപ്പൺ ആക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് കുറച്ച് ഫോട്ടോസ് ആയിരിക്കും. അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് കരുതിക്കോളൂ. ഇപ്പൊ എന്നെ നോക്കി ചിരിക്കരുത്, കാരണം ചേട്ടൻ എടുത്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം വരും. ചേട്ടൻ എടുത്തിട്ടില്ല, സത്യമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് പൊതുവെ ഉണ്ടാവുന്ന ഒരു സംശയമല്ലേ, അങ്ങനെ ഇത്രയും അധികം ഡീറ്റെയിൽസ് അറിയുന്നത് എങ്ങനെയായിരിക്കും? ആസ് എ ജേർണലിസ്റ്റ് നമുക്കൊരു ഒരു കാര്യത്തിനോട് നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ക്യൂരിയോസിറ്റി നമുക്ക് കൂടെ പറപ്പുകളാണ്. ഇത് വേണ്ടവർക്കൊക്കെ എടുക്കണ്ടെന്നും ആരും പറയുന്നൊന്നുമില്ല. അതൊക്കെ വ്യക്തിപരമായുള്ള താല്പര്യം. ഇവരാണെങ്കിലും ആരെയും നിർബന്ധിച്ച് എടുപ്പിക്കുന്നൊന്നുമില്ല. താല്പര്യമുള്ളവർ മാത്രം കയറി കാണുക. പക്ഷേ ഇത്തരം കോണ്ടന്റുകൾ ആ ഒരു ടൈമില് നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയുടെ മറ്റൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ ഇപ്പൊ ഫോൺ കൊടുക്കാത്ത മാതാപിതാക്കളൊക്കെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. നിങ്ങൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തിൽ നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്തരം കോണ്ടന്റുകൾ കൂടെയാണ്. കാരണം നമുക്ക് ഈ പറയുന്ന എത്ര പരിമിതമായിട്ടാണ് മാതാപിതാക്കളൊക്കെ അവരുടെ മക്കളോട് സംസാരിക്കുന്നത് എന്ന് വിചാരിച്ച് എന്താണ് ഇതെന്നുള്ളത് പച്ചയ്ക്ക് പോയി കുട്ടികളോട് പറഞ്ഞു കൊടുക്കണമെന്നല്ല. പക്ഷേ കൃത്യം അതൊരു വളർച്ചയുടെ സ്റ്റേജ് അനുസരിച്ച് നമ്മൾ പഠിച്ച് വരുന്ന ഒരു എനിക്ക് ഇതിനകത്ത് ഒരു സംശയം കൂടെ ഉള്ളതെന്നു വെച്ചാൽ ഞാനതും കൂടെ ചോദിക്കണം. ഒരു പെൺകുട്ടി അവളുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവൾ എങ്ങനെ നടക്കണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ അവളുടെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കും, ഇല്ലേ? ഒരമ്മയല്ലേ മകളെ അച്ഛനും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ആൺകുട്ടികളെ മാത്രം എന്താണ് ഇങ്ങനൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരും ശ്രമിക്കാത്തത്? അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഇത്രയും ഫാമിലീസ് ഉണ്ട്. നമുക്ക് അങ്ങനെ അടച്ചു പറയാതിരിക്കാൻ പറ്റില്ല. മിക്ക ഫാമിലീസിലും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന രീതികളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്ന് ആതിര പറഞ്ഞപ്പോൾ ഒരു കാര്യങ്ങളുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ നടത്തേണ്ട അധ്യാപകർ തന്നെ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ അതിനെ സ്കിപ്പ് ചെയ്തു പോകുന്ന ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും തുടരുന്ന ഒരു പ്രവണതയാണ്. അല്ല, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പറായിട്ട് നമ്മുടെ മാനസികപരമായി നമ്മളതിൽ ഇതാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് കൗൺസിലിങ്സ് വഴിയും ആ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ എന്ന രീതിയിലാണ്. അപ്പൊ നമ്മളുടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കണമെന്നല്ല, എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ ഒരു കൗൺസിലിംഗ് ഉണ്ടാക്കി കൊടുക്കുക. അതുകൊണ്ടാണല്ലോ എത്രയോ കുട്ടികൾ ഈ ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഈ ഒരു സംവിധാനം തന്നെ കുട്ടികളിലേക്ക് എത്തിപ്പെട്ടതും അത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നതും അതിങ്ങനെയുള്ള കൗൺസിലിംഗ് ഒക്കെ പ്രോപ്പറായി അവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് ഈ പറയുന്ന സെക്സ് എഡ്യൂക്കേഷൻ കൃത്യമായി എല്ലാവരിലേക്കും എത്തണം. പക്ഷെ ഈ 30, 40, 50 കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ എങ്ങനെ ഇനി കൊടുക്കാൻ പറ്റുന്നതെന്ന് അറിയാൻ പറ്റില്ല. കാരണം അവരെ പിടിച്ചിട്ട് ഇനിയിപ്പോ നമ്മള് ഇതിങ്ങനെയാണ് കൊണ്ട് ജയിലിലിട്ട് കഴിഞ്ഞാലും തിരിച്ചിറങ്ങി നല്ല പുളിവാറ് വെട്ടി നല്ലപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജയിലിൽ ഇപ്പൊ തല്ലാൻ പറ്റത്തില്ല, എല്ലാം ജനമൈത്രിയായി പോയി. ഇല്ല, അങ്ങനെ വേദനിച്ചു കഴിഞ്ഞാലൊന്നും നന്നാവാനൊന്നും പോകുന്നില്ല. എന്തായാലും സൈറ്റുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ഈ സൈറ്റുകൾ മുഖേനയാണ് ഇങ്ങനെ പ്രശ്നം വന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ വരുന്ന ജനറേഷൻ വൈസ് ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്രധാന കാരണമാണ്. അതിൽ ഇത്തരം കോണ്ടന്റുകൾ ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സും നിങ്ങൾ ഈ പറയുന്ന ചേട്ടൻ പറഞ്ഞ പോലെ ലസ്റ്റ് മുതലെടുക്കുകയാണ്. പക്ഷെ ആ ലസ്റ്റ് മുതലെടുക്കുന്നത് 8, 7, 9 വയസ്സുള്ള ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരെയും അവരെ കൂടെയാണ് ഇതിനകത്ത് വന്നു പോകുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയൊക്കെ ഇങ്ങനെ ഈ സെക്ഷൽ കോണ്ടന്റുകളെ പറ്റിയുള്ള എനിക്ക് ചേട്ടനോട് സെക്സ് ചെയ്യണമെന്ന രീതിയിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന കോണ്ടന്റുകളുടെ പ്രധാന പങ്ക് വഹിക്കുന്നു. അല്ല, ആ മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജിൽ റിപ്ലൈ കൊടുക്കാൻ പോകുമ്പോൾ ആ ചേട്ടനൊരു കാര്യം ആലോചിക്കണം. അല്ല, ഞാൻ ആ ചേട്ടന്റെ കാര്യമൊന്നും അല്ല പറയുന്നത്. ഞാൻ ആ ഒരു കുട്ടി അങ്ങനെ മെസ്സേജ് അയക്കാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ മാനസികാവസ്ഥ മാറിയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഇതിനൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഏതൊരു കോണ്ടന്റുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പേരുകൾ മാത്രമല്ല ഒരുപാട് കോണ്ടന്റുകൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനകത്തിലൊരു ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന പേരൻസ് അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കോണ്ടന്റുകൾ ലിമിറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്നാലും കുട്ടികൾക്ക് ഇത് കിട്ടാനുള്ള ഒരുപാട് വഴികളുണ്ട് നിലവിൽ ഈ ഒരു കാലത്ത്. പക്ഷേ നമുക്കൊന്നെങ്കിൽ പ്രോപ്പറായിട്ട് ഈ പറയുന്ന കൗൺസിലിങ്സ് ഒക്കെ കൊടുത്ത് അവരെ നമ്മുടെ ഒരു കൂട്ടിൽ തന്നെ നിർത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ. ഇതിനകത്ത് ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളൊന്നും ഫോൺ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. കൊറോണയ്ക്ക് ശേഷം എല്ലാ കുട്ടികളുടെയും കയ്യിൽ ഇപ്പം മൊബൈലുണ്ട്. മൊബൈൽ ഇല്ലാത്ത കുട്ടികളൊന്നും ഇല്ല. ഈ ഫോൺ മേടിക്കാൻ പറ്റാതിരുന്ന
കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ അവിടുത്തെ ആളുകളും എല്ലാവരും കൂടി ചേർന്ന് ക്ലബ്ബുകളും ഒക്കെ ചേർന്ന് അവർക്ക് പഠനത്തിന് ആവശ്യത്തിനായിട്ട് മൊബൈലുകൾ മേടിച്ച് കൊടുത്തിരുന്നു. ആ മൊബൈലുകളൊക്കെയാണ് ഇപ്പോൾ കുട്ടികളുടെ ഉള്ളത്. ഈ കൊറോണയ്ക്ക് ശേഷമാണ് കൂടുതലും ഈ ഒരു വിഷയം വന്നിട്ടുള്ളതും. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഫോണിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കുറച്ചുകൂടി മാതാപിതാക്കൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കുട്ടികളുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവർക്ക് അത്യാവശ്യം പഠനത്തിന് ആവശ്യത്തിനായിട്ടുള്ള നെറ്റുകൾ മാത്രം ചെയ്ത് കൊടുത്താൽ തന്നെ ഒരു പരിധിവരെ, കാരണം ഒരു GB അല്ലെങ്കിൽ ഒരു എത്ര 512 GB 512 MB ഒക്കെ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുവാനായിട്ട്. പിന്നെ അത് ഈ അൺലിമിറ്റഡ് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുട്ടികൾ പഠനം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ളതിലേക്ക് നെറ്റ് തീർക്കണമല്ലോ ബാക്കിയുള്ളതിലേക്ക് കയറി പോകുന്നത്. അതൊന്നാമത്തെ കാര്യം. പ്രോപ്പർലി മാതാപിതാക്കൾ കുട്ടികളുടെ ഫോൺ ചെക്ക് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാകേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ആരോട് വിളിക്കുന്നു, ആരോട് സംസാരിക്കുന്നു, അവരേതൊക്കെ സൈറ്റുകൾ സന്ദർശിക്കുന്നു എന്നുള്ളത് കണ്ടെത്തി അത് തെറ്റായിട്ടുള്ളതിനെ തടയുക, നല്ലതായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകേണ്ടത്. മൊബൈൽ നല്ല രീതിക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. ഈ കൊറോണ സമയത്ത് കിട്ടിയ മൊബൈലിനുള്ളിൽ പടം വരയ്ക്കുവാനുള്ള ആപ്ലിക്കേഷൻ എടുത്ത് അതിലൂടെ പടം വരച്ച് അതുപയോഗിച്ച് പണം സമ്പാദിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. മൊബൈൽ ഉപയോഗിച്ച് ജീവിതം നഷ്ടപ്പെട്ട കുട്ടികളെ എനിക്കറിയാം. ഈ പറയുന്ന ഇവിടെ തൃപ്പൂണിത്തുറയിൽ കൊറിയൻ യുവാവ് എന്ന പേരിൽ ആരോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് അയാൾ മരിച്ചു എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയും നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഉള്ളത്, തൊട്ടടുത്ത്, ഇവിടുന്ന് വലിയ ദൂരമില്ല. അതുപോലെ തന്നെ പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്കൂളുകളിലല്ലെങ്കിൽ പോലും സ്വന്തം വീടുകളിൽ മാതാപിതാക്കളും കുട്ടികളും ചേർന്ന് ഒന്ന് സംസാരിക്കുവാനും അവരുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാനുമായിട്ടുള്ള സമയം മാതാപിതാക്കൾ കണ്ടെത്തണം. അത് കണ്ടെത്തുന്നില്ല എന്നുള്ളത് പൂർണ്ണമായ പരാജയമാണ്. അത് അങ്ങനെയല്ല വരേണ്ടത്. കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണെന്ന് പണ്ടുള്ളവർ പറയുന്ന പോലെ തന്നെ അച്ഛനും അമ്മയും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് വൈകുന്നേരങ്ങൾ കുറഞ്ഞതൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ സമയമെങ്കിലും എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ചിരിയും കളിയുമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തങ്ങളുടെ ഫാന്റസികൾ വ്യാപിപ്പിക്കുവാനായിട്ട് പോൺ സൈറ്റുകളിൽ അഭയം തേടുന്ന കുട്ടികളുടെ എണ്ണം ഒരു പരിധിവരേക്കും കുറയ്ക്കാൻ പറ്റും. കുട്ടികളുടെ ഒപ്പം ചെലവഴിക്കുക എന്നതിനേക്കാളുപരി ഒരു വീക്കെൻഡിൽ കുട്ടികളുമായി പുറത്തു പോവുകയും അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ സമയം കണ്ടെത്തുകയും ചെയ്യണം. ഇപ്പം എത്ര കുടുംബങ്ങളിലാണുള്ളത് അച്ഛനും അമ്മയും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുള്ളൂ. എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ വൈകുന്നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഞാനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ മുത്തശ്ശിയും കൂടെ, മുത്തശ്ശൻ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കാൻ മരിച്ചുപോയി, അതിന് മുൻപ് വരേക്കും മുത്തശ്ശനും ഞങ്ങൾ തറവാട് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വലിയ വട്ടമേശയ്ക്ക് ചുറ്റുവരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന കാലമായിരുന്നു ഉണ്ടായിരുന്നു. ഇന്നത് റൂമുകളിലേക്ക് ചുരുങ്ങിപ്പോയി. അതെ, എന്തായാലും മാതാപിതാക്കളൊക്കെ കുട്ടികളോട് കൂടുതലായിട്ട് മടുക്കുക, സംസാരിക്കുക. അതേപോലെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ അത് പെട്ടെന്ന് അവരെ അങ്ങ് പിടിച്ചതിൽ നിന്ന് കൊണ്ടുവരാതെ കൃത്യമായി അവരോടൊപ്പം ഇരുന്ന് ഇതെന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ കുട്ടികളാണ്, നമ്മളാണ് നോക്കേണ്ടത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എടുക്കാം. നമ്മുടെ കുട്ടികളാണ്, അവരെ നമ്മളാണ് നോക്കേണ്ടത്. നിങ്ങളുടെ ഈ കോണ്ടന്റുകളൊന്നും നമുക്ക് അങ്ങനെ നിർത്താനൊന്നും പറ്റുന്ന ഒരു രീതിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടികളെ എല്ലാവരെയും ശ്രദ്ധിക്കുക. തീർച്ചയായും.